കളിമറന്ന എംബാപ്പയും ഒലീസയും ഡംബലയും ഫ്രാൻസിനെ പൂട്ടി സ്പെയിൻ ഫൈനലിൽ. 2026 ഫിഫ ലോകകപ്പ് സെമി ഫൈനലിൽ ഫ്രാൻസിനെ തകർത്ത സ്പെയിൻ ഫൈനലിൽ. ഡാളസിൽ നടന്ന വാശിയേറിയ സെമി ഫൈനൽ പോരാട്ടത്തിൽ കരുത്തരായ ഫ്രാൻസിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്തുവിട്ടാണ് സ്പെയിൻ കലാശ പോരാട്ടത്തിലേക്ക് ടിക്കറ്റ് എടുത്തത്. ഇരുപകുതികളിലുമായി മിക്കേൽ ഒയർസബാൽ, പെഡ്രോ പൊറോ എന്നിവരാണ് സ്പെയിനിന്റെ ഗോളുകൾ നേടിയത്. 2010 ശേഷം ആദ്യമായാണ് സ്പെയിൻ ലോകകപ്പ് ഫൈനലിൽ പ്രവേശിക്കുന്നത്. മത്സരത്തിന്റെ 20-ാം മിനിറ്റിൽ ഫ്രഞ്ച് താരം ലൂക്കാസ് ഡിഗ്നെ ലമിൻ യമാലിനെ ഫൗൾ ചെയ്തതിനെ തുടർന്ന് സ്പെയിൻ അനുകൂലമായി പെനാൽറ്റി ലഭിച്ചു. കിക്കെടുത്ത മൈക്കൽ ഒയാസബാൽ പന്ത് വലയിലാക്കി സ്പെയിന് ലീഡ് നൽകി. ഇതോടെ ഫ്രാൻസ് മാനസികമായി തകർന്നു. പിന്നീട് അപകടകരമായ വിധത്തിൽ ഗോളിലേക്കുള്ള നീക്കങ്ങളൊന്നും ഉണ്ടായതുമില്ല. 2-ാം പകുതിയിൽ റൈറ്റ് ബാക്ക് പെഡ്രോ പൊറോയിലൂടെ സ്പെയിൻ ലീഡ് ഇരട്ടിയാക്കി. ഈ ഗോൾ ഫ്രാൻസിനെ മത്സരത്തിൽ നിന്നും പൂർണ്ണമായും തകർന്നു. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ ഫ്രഞ്ച് പ്രതിരോധത്തിന്റെ നട്ടലായ സെന്റർ ബാക്ക് വില്യം സാലിബയ്ക്ക് പരിക്കേറ്റ് പുറത്തു പോകേണ്ടി വന്നത് ടീമിന് വലിയ തിരിച്ചടിയായി. കിലിയൻ എംബാപ്പെ, ഉസ്മാൻ ഡെംബലെ, മൈക്കൽ ഒലീസെ എന്നിവർക്ക് സ്പെയിനിന് കൃത്യമായ ഉത്തരമുണ്ടായിരുന്നു. മൂവരെയും പിടിച്ചു നിർത്താൻ സ്പെയിനിന് സാധിച്ചു. ഇതോടെ ഈ ടൂർണമെന്റിൽ ആദ്യമായി ഒരു മത്സരത്തിൽ ഗോൾ നേടാനാവാതെ ഫ്രാൻസ് മടങ്ങി. ഇംഗ്ലണ്ട് അർജന്റീന മത്സരത്തിലെ വിജയികളെ സ്പെയിൻ ഫൈനലിൽ നേരിടും. ട്രിപ്പിൾ എഞ്ചിനെ പൂട്ടിയ പൂട്ട് സ്പാനിഷ് തന്ത്രം. കലാശപ്പോരിൽ ഏതായാലും കളി കടുക്കുമെന്ന് വ്യക്തം. ഏത് പ്രതിരോധവും ഉറപ്പിക്കാനുള്ള കെൽപ്പുണ്ടെന്ന ഫ്രഞ്ച് പടയുടെ ആത്മവിശ്വാസം. എംബാപ്പയും ഡെംബലയും ഒലീസയും അടങ്ങുന്ന ട്രിപ്പിൾ എഞ്ചിന്റെ കരുത്ത്. ഈ ഫ്രാൻസിനെ ആര് തടയുമെന്ന ചോദ്യത്തിന് ലോകകപ്പിലെ ആദ്യ സെമി ഫൈനൽ വിസിൽ മുഴങ്ങി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഉത്തരം നൽകി ലൂയിസ് ഫുയന്റയുടെ സംഘം. ഏതായാലും നല്ല ഒന്നാം തരം പൂട്ടൊരുക്കിയപ്പോൾ ലോക ഫുട്ബോളിലെ സൂപ്പർ താരനിര പാടെ നിറമങ്ങി. ഫ്രഞ്ച് പ്രതിരോധ കോട്ട പൊളിച്ച് സ്പെയിൻ നിറയൊഴിച്ചത് 2 തവണ. പേരുകേട്ട ഫ്രഞ്ച് മുന്നേറ്റ നിരയെ അക്ഷരാർത്ഥത്തിൽ പൂട്ടി സ്പെയിൻ ലോകകപ്പ് ഫൈനൽ ടിക്കറ്റ് എടുത്തു. ഇംഗ്ലണ്ട് അർജന്റീന 2-ാം സെമിയിലെ വിജയികളാണ് ഫൈനലിൽ സ്പെയിനിന്റെ എതിരാളികൾ.